നിന്റെ തിന്മകൾ നിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്നതാണ്. അവിടെ ഹൗലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുമെന്ന് പ്രസ്താവിച്ച ആ ഹൗലുൽ കൗസറുണ്ട്. അതിൽ നിന്ന് നീ ആട്ടിയകലപ്പെടും. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള അവസരം നിനക്ക് നിഷേധിക്കപ്പെടും. നിന്റെ ഹിസാബ് മീസാനിൽ നിന്റെ നന്മ അത് തൂക്കപ്പെടുന്ന സമയത്ത് ഈ ദുനിയാവിൽ നീ തിന്മകളാൽ നിന്റെ ജീവിതത്തെ നയിച്ചവനാണെങ്കിൽ നിന്റെ തട്ട് താണു തന്നെ ഇരിക്കും. തിന്മകളാൽ നിറഞ്ഞ തട്ട് താണിരിക്കുകയും നീ നരകത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം സിറാത്താണ്. ആ സിറാത്തിൽ നിന്ന് അതിൽ കൂടെ കടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതല്ല, നീ വീണു പോകുന്നതാണ്. ഇന്നതിനെ നിഷേധിച്ച് തള്ളുകയും അന്ത്യനാളിൽ വിശ്വസിക്കാതിരിക്കുകയും ഏതൊരുവനാകട്ടെ അവരെല്ലാവരും ആ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ പതിച്ചു വീഴുന്നതാണ്. ചിന്തിക്കേണ്ടതില്ലേ? നിനക്ക് ലഭിച്ച ഈ അവസരം, റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ഈ അവസരത്തെ നീ ഉപയോഗിക്കേണ്ടതില്ലേ? അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിശ്ചയം നിന്റെ ഈ പ്രായം, നീ ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നിന്നെ പുനർസൃഷ്ടിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണെങ്കിൽ എന്തൊരു കാര്യമാണ് നിന്നെ പിടിച്ചു വെക്കുന്നത്, നന്മയിൽ നിന്ന് നിന്നെ തടഞ്ഞു വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് എന്തൊരു കാര്യമാണ് നിന്നെ തടഞ്ഞു വെക്കുന്നത്? എന്തൊരു കാര്യം കൊണ്ടാണ് ഈ അമാന്തം സംഭവിക്കുന്നത്? ചിന്തിക്കേണ്ടതില്ലേ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ച സൂറത്തുൽ ഇൻസാനിൽ ആദ്യത്തെ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. മനുഷ്യൻ ഒരു പ്രസ്താവ്യമായ ഒന്നുമല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടം അവൻ്റെ മേൽ കടന്നുപോയിട്ടില്ലേ? അതെ, ഇന്ന് നമ്മളിൽ പലരും 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരല്ല, 90, 80, 70 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരല്ല എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. അതിനു മുമ്പ് നമ്മളൊരു പ്രസ്താവ്യമേ ആയിരുന്നില്ല. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയം അവൻ നമ്മെ പുനർസൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. മറ്റൊരു ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, മുസ്ലിങ്ങളെ എന്നോ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ എന്നോ എന്നല്ല ഈ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചിട്ടുള്ളത്. അവൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين. റബ്ബ് സുബ്ഹാന പറയുകയാണ്, ജനങ്ങളെ, നിങ്ങളെങ്ങാനും ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തിൽ സംശയത്തിലാണെങ്കിൽ നാമാണ്, റബ്ബ് സുബ്ഹാന പറയുകയാണ്, നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്, പിന്നീട് ബീജമാക്കുകയും പിന്നീട് ഭ്രൂണമാക്കുകയും അനന്തരം റബ്ബ് സുബ്ഹാനഹു വ തആല രൂപാന്തരപ്പെട്ട മാംസപിണ്ഡമോ അല്ലെങ്കിൽ രൂപാന്തരമല്ലാത്ത മാംസപിണ്ഡമോ ആക്കുകയും ലിനുബയ്യിൻ, നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതിനു വേണ്ടി ആ റബ്ബ് സുബ്ഹാന നിങ്ങളെ സൃഷ്ടിച്ച, സംവിധാനിച്ച, നിയന്ത്രിച്ച ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ കഴിവുള്ളവനാണ്. നിങ്ങളെങ്ങാനും സംശയത്തിലാണെങ്കിൽ നിശ്ചയം റബ്ബ് സുബ്ഹാന നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. എന്തൊരു കാര്യത്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതം തിന്മയിലും ചമ്മാടിച്ചിരങ്ങളിലും വൃത്തികേടുകളിലും ലഹരികളിലും ശിർക്കിലും കുഫറിലും ബിദ്അത്തിലുമായിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് മൃഗങ്ങളെ പോലെ മനുഷ്യൻ ജീവിച്ചു തള്ളുന്നത്? മറിച്ച് വിശ്വസിക്കുന്നവനാണെങ്കിൽ, ഈമാൻ കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണെങ്കിൽ, നാളെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണെങ്കിൽ നിശ്ചയം നീ മാറേണ്ടതുണ്ട്. നിന്റെ ജീവിതത്തെ നീ മാറ്റേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക്
ചര്യക്കനുസൃതമായി കൊണ്ടല്ലാതെ നീ എങ്ങാനും ജീവിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, നിനക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ ചിന്തിക്കുകയും മാറേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കനുസൃതമായി കൊണ്ട് നിന്റെ ജീവിതത്തെ നീ കെട്ടിപ്പടുത്തേണ്ടതുണ്ട്.